ഹായ് ഗായ്സ്, ഞാൻ കുറച്ച് നേരം കൊണ്ട് കുറച്ച് പേരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നേരം കൊണ്ടല്ല, കുറേ നേരം കൊണ്ട്. ആരാണെന്ന് കാണിച്ചു തരാമേ. നമ്മൾ ഭയങ്കര നമ്മൾ കുറേ നാൾ കൊണ്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന നിമിഷമാണ് അത്. കാണിച്ചു തരാം, എന്നിട്ട് കാണിച്ചു തരാമേ ആരാണെന്ന്. അങ്ങനെ അവരെത്തി ഗായ്സ്, എത്തി. എൻ്റെ ചേട്ടനും ചേട്ടത്തിയും. ഞങ്ങൾ എത്ര നാൾ കൊണ്ട് ആഗ്രഹിക്കുന്നതാണെന്നോ ഇങ്ങനെ ഒരു ഒത്തുകൂടൽ. കുറേ നാളുകൊണ്ട് ഇന്ന് വരും, നാളെ വരും, നാളെ വരും, ഇന്ന് വരും എന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം എത്തി. അവർ വന്നതിൻ്റെ അന്ന് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ അടുക്കള കൈമാറി. പിന്നെ ഒരു ആഹാരത്തിൻ്റെ മേളയെന്ന് വേണമെങ്കിൽ പറയാം. വന്നതിൻ്റെ അന്ന് വൈകുന്നേരം പിങ്കുച്ചേട്ടൻ പൊറോട്ടയും പിന്നെ ഈ സിലോപ്പി നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തതാണ്. എൻ്റെ മുന്നോ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ ചേട്ടത്തി പിന്നെ അടുക്കളയിൽ വന്ന് ജോലി. ചേട്ടത്തി എന്ന് പറയണമെങ്കിൽ അവൾ എൻ്റെ ഇളയതാണ്. പക്ഷെ ബന്ധം കൊണ്ട് ഞാൻ ചേട്ടത്തി എന്ന് പറയുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഇടിപ്പൊടി ബന്ധം തന്നെയാണ്. അങ്ങനെ വൈകിട്ട് പൊറോട്ടയൊക്കെ ഉണ്ടാക്കി. എൻ്റെ അമ്മയെ എന്തൊക്കെ കാര്യമായിട്ട് നിന്ന് കറക്കുന്നുണ്ട്. പക്ഷെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഫിഷൊക്കെ ഗ്രില്ല് ചെയ്ത് വൈകിട്ട് എല്ലാവരും കൂടെ ഞങ്ങൾ ഒരുമിച്ചൊക്കെ കഴിച്ച്. പിറ്റേന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഇത്രയും പ്രായമായിട്ട് പോലും അന്നിങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ. പിന്നെ അന്ന് എന്നെ പ്രതീക്ഷിക്കാത്ത ചേട്ടത്തിയുടെ മക്കളും അനിയന്മാരൊക്കെ വന്നു. പിന്നെ പിങ്കുച്ചേട്ടൻ്റെ ഗാനമേള, പാട്ട് മേള, അങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു അവർ നിന്ന് ആ 4 ദിവസം. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു 4 മിനിറ്റ് പോലെ പോയി. പെട്ടെന്ന് സമയം പോലെ ഞങ്ങൾ അടിച്ച് പൊളിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയ്ക്ക് അടിച്ച് പൊളിച്ച് എന്ന് വെച്ചാൽ ഒരു വൈബായിരുന്നു. ഞങ്ങൾ അത്രയും ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും അടിച്ച് പൊളിച്ചൊരു ദിവസം ഇല്ലെന്ന് എനിക്ക് തോന്നണം. ഇത് എൻ്റെ ബർത്ത്ഡേ അന്ന് രാത്രി ഞങ്ങളൊരു തട്ട് ദോശ വൈബായിരുന്നേ. പുറത്ത് അടുപ്പൊക്കെ കൂട്ടി തട്ട് ദോശയൊക്കെ ചുട്ടിട്ട് സാമ്പാറും ചമ്മന്തിയും മുളക് ചമ്മന്തിയും ഓംപ്ലേറ്റൊക്കെ ആയിട്ട് എൻ്റെ പൊന്നോ കിട്ടിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നടക്കുന്നതായിട്ടാണ് എനിക്ക് ഇത്ര ദിവസം കഴിഞ്ഞപ്പോൾ തോന്നിയത്. കാരണം ഞങ്ങൾ 2 പേരുടെയും കല്യാണം ഒരു 6 മാസത്തെ ഗ്യാപ്പിലാണ് നടന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേര് മാത്രമുള്ള നിമിഷങ്ങളിൽ നമ്മൾ എപ്പോഴും പറയും, നമുക്കിങ്ങനെ വീടൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ നിങ്ങളെ വീട്ടിലും വരും, നിങ്ങൾ നമ്മളെ വീട്ടിലും വരും. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ വൈബൊക്കെ അടിച്ച് നല്ല അടിച്ച് പൊളിച്ച് നമ്മളിങ്ങനെ എപ്പോഴും പറയുന്നു. പക്ഷേ ആ കാര്യം യാഥാർത്ഥ്യമായതുപോലെ നമ്മൾ അന്ന് എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം ഈ 4 ദിവസം കൊണ്ട് നടന്ന് എല്ലാം കഴിഞ്ഞ് അവരങ്ങ് പോയടാ. ഇനി കുറച്ച് കരയുന്ന ആക്ഷൻസ് ഇടാം. ആക്ഷൻ ഇട്ടതാണെങ്കിലും ഭയങ്കര വിഷമമായിരുന്നു. ഇനിയും വരണേ.